ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഭാഗം 2 ഏഴാമത്തെ പാഠം ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠമാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ബാക്കി പാഠം സ്കിപ്പ് ചെയ്തിട്ട് ഇത് പഠിക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മുടെ ആമുഖത്തിൻ്റെ ഫ്രണ്ട് പേജ്, അതുപോലെ തന്നെ നമ്മുടെ പാർലമെൻറ്റിൻ്റെ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. നോക്കാം. ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി പൗരരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കുന്നതും അതിലൂടെ അന്തസ്സുറ്റ ജീവിതം ഉറപ്പുവരുത്തുന്നതുമായ സംവിധാനം കൂടിയാണ്. അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഭരണ സംവിധാനം എന്നതിലുപരി ജനങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളും അഭിലാഷങ്ങളും സഫലീകരിക്കുന്നതും അതിലൂടെ അവർക്ക് അന്തസ്സുറ്റ ഒരു ജീവിതം ഉറപ്പുവരുത്തുന്നതുമായ ഒരു സംവിധാനമാണ് ജനാധിപത്യം. ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ സംസ്ഥാപനത്തിനും അതിൻ്റെ സർവ്വതല സ്പർശിയായ വ്യാപനത്തിനും വേണ്ടി ഭരണഘടനാനുസൃതം നിലവിൽ വന്ന പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന്, അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനും ഭരണഘടനാനുസൃതമായിട്ട് നിലവിൽ വന്ന പല സ്ഥാപനങ്ങളും ഉണ്ട് അല്ലേ? നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതുപോലെ ന്യൂനപക്ഷ കമ്മീഷൻ, പല കമ്മീഷനുകളും നമുക്കറിയാം. മനുഷ്യാവകാശ കമ്മീഷൻ, ഇതൊക്കെ ഒരു വാർത്താക്കുറിപ്പുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് വിവിധ കമ്മീഷനുകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇനി നമുക്ക് നോക്കാം. പ്രസ്തുത സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനേതര സ്ഥാപനങ്ങളെന്നും രണ്ടായി തിരിക്കാം. അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളെ, ഗവൺമെൻറ് സ്ഥാപനങ്ങളെ നമ്മൾ ഭരണഘടനാ സ്ഥാപനമെന്നും, അതായത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് ഭരണഘടനേതര സ്ഥാപനങ്ങളെന്നും രണ്ടായി തിരിക്കാം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിൻ്റെ ഉറവിടം ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിൻ്റെ ഉറവിടം എവിടെയാണ്? അത് ഭരണഘടനയാണ്. ഈ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി അനിവാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, പാർലമെൻറ്റിൽ നമ്മൾ ഭരണഘടനാ ഭേദഗതി അനുഭവിക്കുക, അതായത് കാലാനുസൃതമായ മാറ്റങ്ങൾ നമുക്ക് ഇതിൽ വരുത്തണമെങ്കിൽ പോലും എന്താണ്, സ്ഥാപനങ്ങളുടെ അധികാരത്തിലും ഘടനയിലും എല്ലാം മാറ്റം വരുത്തുന്നതിനും ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ നമുക്കിതൊക്കെ സാധിക്കുകയുള്ളൂ. അതായത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? ഇല്ല. അതിന് ഭരണഘടന ഭേദഗതി ചെയ്യണം. എന്നാൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ. ഇവയ്ക്ക് പിന്നീട് ആവശ്യാനുസരണം ഭരണഘടനാ പദവി നൽകാറുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് മുഖേന ഭരണഘടനേതര സ്ഥാപനങ്ങൾ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിലും, അല്ലെങ്കിൽ ഇതിന് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ആവശ്യമുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഭരണഘടനാ പദവി നൽകുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയുടെ സമത്വവും അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ഈ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ സ്വീകരിക്കുന്നത്. അരികുവൽക്കരിക്കപ്പെട്ടവരും ദുർബലരുമായ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തത്തിലൂടെ മാത്രമേ ജനാധിപത്യത്തിൻ്റെ വിജയം കൈവരിക്കുകയുള്ളൂ. അതിനായി അത്തരം വിഭാഗങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നീതിപൂർവം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഈ ധർമ്മം നിർവഹിക്കുന്നതിൽ ഭരണഘടനേതര സ്ഥാപനങ്ങൾ സുപ്രധാന പങ്കുവഹിക്കുന്നു. അപ്പം മുകളിൽ നമ്മളിപ്പോൾ പറഞ്ഞ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെ വ്യാപനത്തെ സഹായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. പോളിംഗ് ഓഫീസർ 1 നമ്മൾ എങ്ങനെയാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ? ആദ്യം നമ്മൾ പോളിംഗ് ഓഫീസറുടെ അടുത്ത് പോയി നമ്മുടെ പേരൊക്കെ നോക്കും. പിന്നെ എന്ത് ചെയ്യും, അടുത്ത സ്ഥലത്ത് പോയി നമ്മൾ നമ്മുടെ കയ്യിൽ ഇങ്കൊക്കെ പരട്ടും. അതിനുശേഷം അടുത്തടുത്താണ് മൂന്നാമത്തെ ഒരു പോളിംഗ് ഓഫീസറുണ്ട്. പിന്നെ നമ്മൾ പോയിട്ട് നമ്മുടെ വോട്ട് രേഖപ്പെടുത്തും. ദെൻ പ്രിസൈഡിങ് ഓഫീസർ അവിടെ കാണും അല്ലേ, അതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരാൾ. അപ്പോൾ വോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു നടപടിക്രമങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്.
തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടാണല്ലോ നമ്മൾ പഠിക്കാൻ പോകുന്നതിന്. ജനാധിപത്യ ഭരണക്രമത്തിൽ തെരഞ്ഞെടുപ്പുകൾക്ക് വളരെ നിർണായക പങ്കുണ്ട്. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് തിരഞ്ഞെടുപ്പിലൂടെയാണ്. അതുകൊണ്ടുതന്നെ നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വതന്ത്രവും ആധികാരികവുമായ ഒരു സംവിധാനം അനിവാര്യമാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കണം? നീതിപൂർവമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം. ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. നിർവാചൻ സദൻ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തിന്റെ പേര്. എവിടെയാണ്? ന്യൂഡൽഹിയിൽ നിർവാചൻ സദൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25-നാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നതെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 324 എന്നാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 25-നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങൾ? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, 2 കമ്മീഷണർമാരും ചേരുന്നതാണ്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതി. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ഇതിൽ നിന്നും ചോദിക്കാം. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കൂ. ഇംപീച്ച്മെന്റ് നമ്മൾ പറഞ്ഞു, രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഇംപീച്ച്മെന്റിലൂടെയാണ്. അപ്പം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആ സ്ഥാനത്ത് നിന്ന് നമുക്ക് നീക്കം ചെയ്യണമെങ്കിൽ അത് ഇംപീച്ച്മെന്റ് നടപടിയിലൂടെയേ സാധിക്കുകയുള്ളൂ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ട്രൽ ഓഫീസർമാരാണ്. അപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ്, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാണ്? അത് ചീഫ് ഇലക്ട്രൽ ഓഫീസർമാരാണ്. അപ്പം നോക്കിക്കേ, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്? ഭരണഘടനയുടെ അനുച്ഛേദം 324, ആർട്ടിക്കിൾ 324 എന്നാണ് വന്നത്? 1950 ജനുവരി 25. എവിടെയാണ് ആസ്ഥാനം? അത് ന്യൂഡൽഹിയിലാണ്, നിർവാചൻ സദനാണ്. അപ്പോൾ ഒരു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് 2 കമ്മീഷണർമാരും ചേർന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാലാവധി എത്ര വർഷമാണ്? കാലാവധി 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ. അപ്പോൾ 65 വയസ്സാണ് ആദ്യമാകുന്നതെങ്കിലോ അതുവരെ അവർക്ക് കാലാവധിയുള്ളൂ അല്ലേ? 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ. ഇനി ആരാണ് ഇവരെ നിയമിക്കുന്നതും രാജിക്കത്തും ആർക്കായിരിക്കും? രാഷ്ട്രപതിക്ക് അല്ലേ? അപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്ന നടപടിക്രമം എന്താണ്? ഇംപീച്ച്മെന്റിലൂടെയാണ് അല്ലേ? ദെൻ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ആരാണ്? അത് ചീഫ് ഇലക്ട്രൽ ഓഫീസർമാരാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അപ്പോൾ 1982 കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച നിയമസഭാ മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ പറവൂരാണ്. അപ്പോൾ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച സംസ്ഥാനം ചോദിച്ചാലും കേരളമാണ്. ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കാണ്. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റുകളാണ് ഉള്ളത്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാനും തിരഞ്ഞെടുപ്പ് ചിലവുകൾ കുറയ്ക്കാനും
ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ സ്ഥാപനത്തിനായി രൂപം കണ്ട ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സുപ്രധാനമായ ചുമതലകളാണ് നിർവഹിക്കുന്നത്. നമുക്കറിയാമല്ലോ തിരഞ്ഞെടുപ്പ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എനിക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഇല്ല, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് 18 വയസ്സ് പൂർത്തിയാകണം. അമ്മ എന്തു പറയുന്നു? നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭിക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഐഡൻറ്റിറ്റി കാർഡ് അല്ലേ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നത് ആരാണ്? അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ്. ഇനി ഇവിടെ ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ്. അപ്പോൾ ഇംപീച്ച്മെന്റ് എന്താണ്? ഭരണഘടനാ പദവി, അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ടല്ലോ, ആ സ്ഥാപനങ്ങളുടെ പദവിയിൽ ഇരിക്കുന്നവരെ, ആ വ്യക്തികളെ ആ സ്ഥാനത്ത് നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണ് ഇംപീച്ച്മെന്റ്. നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും വോട്ടർമാർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. നമ്മളപ്പോൾ അവിടെ ഈ സംഭാഷണത്തിൽ നിന്നും അത് പഠിച്ചു അല്ലേ. ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ നമുക്ക് അത് ആദ്യം വായിക്കാം. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ നമ്മൾ പഠിച്ചു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. അപ്പോൾ ഏതൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. ഇവയൊക്കെ ആരുടെ ചുമതലയാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ്. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനം, അതായത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും അത് നടപ്പിലാക്കലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയിൽപ്പെടുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും ഇവരുടെ ചുമതലയാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശക പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, ഇവയെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ, തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും അതിൻ്റെ തർക്കങ്ങൾ പരിഹരിക്കലും, തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും, തുടർ നടപടികൾ സ്വീകരിക്കലും എല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകളാണ്. അപ്പം നമുക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട്, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കേന്ദ്രത്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ വായിച്ചാലോ. നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാ? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം, പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും, തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും, തുടർ നടപടികൾ സ്വീകരിക്കലും. ഇനി നോക്കിക്കേ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിന് വിപുലവും സങ്കീർണവുമായ തെരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തവും ഉള്ളതുമാക്കി മാറ്റുന്നതിന് സുസംഘടിതമായ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. 1950ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ അവയൊക്കെ തുടങ്ങിയവ നിർവചിക്കുന്നതിന് വിപുലവും സങ്കീർണവുമായ ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനവും കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതുമാക്കി മാറ്റുന്നതിനും സുസംഘടിതമായ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതായത് ഇതിനെല്ലാം ഭാഗമായ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. 1950ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ ഈ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്.
തിരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദമായി തന്നെ ഈ നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ 327 വകുപ്പ് അനുസരിച്ച്, ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ച് പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയ വളരെ വിശദമായി അതിൻ്റെ നിയമങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നെല്ലാം എവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ജനപ്രാതിനിധ്യ നിയമം 1950 എന്താണെന്ന് നോക്കാം. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 എന്താണ്? ജനപ്രാതിനിധ്യ നിയമം 1950 പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950 ജനപ്രാതിനിധ്യ നിയമം. അപ്പോൾ എന്താണ് 1950 ജനപ്രാതിനിധ്യ നിയമം എന്ന് ചോദിച്ചാൽ, പാർലമെന്റിലെയും നമ്മുടെ സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള ആ വ്യവസ്ഥകൾ എന്തൊക്കെ ചെയ്യണം, ഇതെല്ലാം ക്രോഡീകരിക്കുന്ന ഒരു നിയമമാണ് 1950 ജനപ്രാതിനിധ്യ നിയമം. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പം നമ്മുടെ ഇതിൻ്റെ നടപടികളെക്കുറിച്ചും അതുപോലെ തന്നെ നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, അതിൻ്റെ പുനർനിർണയം, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ, ഇവരുടെയൊക്കെ നിയമനവും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ കാര്യങ്ങളും എല്ലാം ഈ ജനപ്രാതിനിധ്യ നിയമം 1950 പറയുന്നു. ദേശീയ സമ്മതിദായക ദിനത്തെക്കുറിച്ച് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്താണ് ദേശീയ സമ്മതിദായക ദിനമെന്ന്. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം. അതായത് നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ് ജനുവരി 25. 2011 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. അപ്പം ദേശീയ സമ്മതിദായക ദിനം അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ നമ്മൾ എന്നു മുതലാണ് ആചരിച്ചു തുടങ്ങിയത്? 2011 മുതലാണ്. ഏത് ദിവസമാണത്? ജനുവരി 15. എന്തുകൊണ്ടാണ് 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നതെന്ന് നമ്മൾ മുകളിൽ പഠിച്ചു അല്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന തീയതി അതായതുകൊണ്ടാണ് നമ്മൾ അന്നെടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനം എന്ന നിലയിലാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളിയാക്കുന്നതിനും സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ആ ഡേറ്റ്, വർഷം കേട്ടോ. ഇനി ജനപ്രാതിനിധ്യ നിയമം 1951. അപ്പോൾ 50 നമ്മൾ പഠിച്ചു അല്ലേ? ഇനി 51 എന്താ? ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരെ യോഗ്യതയും അയോഗ്യതയും നിർണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് 1951 ജനപ്രാതിനിധ്യ നിയമം. ഈ നിയമത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ, അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ ഈ 51 ജനപ്രാതിനിധ്യ നിയമം 51 പറയുന്നത് എന്താണ്? അത് പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും നടത്തുന്ന തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. അവരുടെ യോഗ്യതയും അയോഗ്യതയെക്കുറിച്ചും അവിടെ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നതിനെ പറ്റിയുമൊക്കെയാണ് ഉള്ള നിയമങ്ങളാണ് 1951 ജനപ്രാതിനിധ്യ
നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഈ നിയമത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ, അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ചും ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ഈ തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ ഇവരുടെയൊക്കെ ചുമതലകളും യോഗ്യതകളും പറയുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ, ഒരു പാർട്ടി എന്താ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അത് രജിസ്റ്റർ ഉള്ള പാർട്ടി ആയിരിക്കും, രജിസ്റ്റേർഡ് പാർട്ടി. അതിൻ്റെ രജിസ്റ്റർ ചെയ്യേണ്ട നിയമത്തെക്കുറിച്ച് ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടു. ഒരു പാർട്ടിക്ക് ചുമ്മാ ഞാൻ ഇന്ന പാർട്ടിയാന്ന് പറഞ്ഞ് മത്സരിക്കാൻ പറ്റുമോ? ഇല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അവർ രജിസ്റ്റർ ചെയ്തിരിക്കണം. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ വ്യവസ്ഥ. നമുക്കറിയാം, ദേശീയ പാർട്ടിയുണ്ട്, ലോക്കൽ പാർട്ടീസും ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മാനദണ്ഡങ്ങളും ഇവരുടെയൊക്കെ ചിഹ്നങ്ങളും അതിൻ്റെ മാനദണ്ഡങ്ങളും എവിടെ വ്യവസ്ഥ ചെയ്യുന്നു? അത് നമ്മുടെ ജനപ്രാതിനിധ്യ നിയമം 1951 പറയുന്നു. ഇനി നമ്മൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. അപ്പോൾ ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് ഭേദഗതി 73, 73 ഭരണഘടനാ ഭേദഗതിയും 74 ഭരണഘടനാ ഭേദഗതിയിലൂടെയുമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത്. ഭരണഘടനയുടെ 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പം ഏതൊക്കെ ആർട്ടിക്കിളാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടത്? 243K, 243ZA എന്നിവയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരാൻ കാരണമായിട്ടുള്ള ആർട്ടിക്കിളുകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കുന്നു. അതായത് നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ ഇലക്ഷനുകൾ ഉണ്ടല്ലോ, ഈ ഇലക്ഷനുകൾക്ക് മേൽനോട്ടം വഹിക്കുക, അതിൻ്റെ വോട്ടർ പട്ടിക തയ്യാറാക്കുക, ഈ ഇലക്ഷൻ നിയന്ത്രിക്കുക, ഇവയൊക്കെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ് അല്ലേ. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ അങ്ങനെയുള്ളവരുടെയൊക്കെ ഇവരുടെയൊക്കെ സംവരണം ഉണ്ടല്ലോ, ഈ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1993 ഡിസംബർ 3. അപ്പം എന്നാ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 1950 ജനുവരി 25. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1993 ഡിസംബർ 3. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഭേദഗതി ഏതാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 73, 74 ആർട്ടിക്കിൾ ചോദിച്ചാൽ 243K, 243ZA നിലവിൽ വന്നത് എന്നാണ് 1993 ഡിസംബർ 3. ഓക്കെ,
ഇന്ത്യയെ പോലെ വൈവിധ്യങ്ങളിൽ സമ്പന്നമായതും ഉയർന്ന ജനസംഖ്യയുള്ളതുമായ രാജ്യത്ത് ജനാധിപത്യ ഭരണക്രമം രൂപപ്പെടുത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രധാന പങ്കാണുള്ളത്. സാമൂഹികവും സാമ്പത്തികം ലിംഗപരം തുടങ്ങിയ അസമത്വങ്ങളാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട നിരവധി ജനവിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരം ജനവിഭാഗങ്ങളെ തിരഞ്ഞെടുപ്പെന്ന പ്രക്രിയയിലൂടെ ഭാഗമാക്കുക വഴി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറയുറപ്പിക്കുക എന്ന കർത്തവ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിച്ചിട്ടുള്ളത്. അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെയും ലിംഗപരമായ അസമത്വങ്ങളുടെ സമൂഹത്തിലേക്ക് അതായത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ജനങ്ങളെ തിരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാക്കുകയാണ് ആര് ചെയ്തിരിക്കുന്നത്. അത് ഭാഗമാക്കുക എന്ന കർത്തവ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമായിരുന്നത്. രാജ്യത്തിലെ വിവിധ തലങ്ങളിൽ തിരഞ്ഞെടുപ്പുകളുടെ സുതാര്യവും നീതിയുക്തവുമായ നിർവഹണത്തിലൂടെ ഈ ഭരണഘടനാ സ്ഥാപനത്തെ ജനാധിപത്യപരമായി കൂടുതൽ ശക്തവും അർത്ഥപൂർണവുമാക്കുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പിക്ചർ കണ്ടോ, സുകുമാർ സെൻ, ഇദ്ദേഹമായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി ഈ പഠിച്ചതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഡിസംബർ 10 എന്ത്? ദേശീയ മനുഷ്യാവകാശ ദിനം. ഇവിടെ നമുക്കൊരു കലണ്ടർ തന്നിട്ടുണ്ടല്ലോ. അപ്പം ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ ദിനം. ഓക്കെ, മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. അപ്പം മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന, നമ്മുടെ ഭരണഘടന നമ്മൾ പൗരന്മാർക്ക് ചില അവകാശങ്ങളും അധികാരങ്ങളും നൽകുന്നുണ്ട് അല്ലേ? ഇതിനെയൊക്കെ നിഷേധിക്കുന്നതാണ് എന്ത്? മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് നിലവിൽ വരുന്നത്? 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. ചെയർപേഴ്സൺ പ്ലസ് 5 അംഗങ്ങൾ. ഇപ്പോൾ ചെയർപേഴ്സണെയും കൂടെ കൂട്ടി 6 അംഗങ്ങളാണ് ഉള്ളത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജി ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ സുപ്രീം കോടതി ജഡ്ജി. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. കാരണം ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയാണ് ഈ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. അപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? അത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. ഇനി അടുത്തതാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 1993 സെപ്റ്റംബർ 28 ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ എന്താണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം? 1900 മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ്? അത് 1993 ഒക്ടോബർ 12. ഇനി ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമം
നോക്കിയേ, മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 സെപ്റ്റംബർ 28. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചാൽ 1993 ഒക്ടോബർ 12ഉം മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 1993 സെപ്റ്റംബർ 28ഉമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മീഷൻ 93 ഒക്ടോബർ 12ഉം നിയമം 93 സെപ്റ്റംബർ 28ഉമാണ്. എന്താണ് ഈ നിയമപ്രകാരം ദേശീയ സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്? അപ്പോൾ 1993 സെപ്റ്റംബർ 28 ഈ നിയമം മൂലമാണ് മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ നിയമം 93 പ്രകാരം നമ്മുടെ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇവയെല്ലാം നിർവചിച്ചിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. കമ്മീഷന്റെ അന്വേഷണ നടപടി പ്രകാരം റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ എന്നിവയും ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നു. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ എങ്ങനെ പ്രവർത്തിക്കണം, റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എവിടെ, അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, അവരുടെ പ്രവർത്തനം, അവരുടെ ഓരോ അതിൻ്റെ നടപടിക്രമങ്ങൾ ഇവയെല്ലാം ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ നിയമം അനുസരിച്ചാണ് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നതോ ആയ അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. അപ്പം നമ്മുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണന കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ തുല്യ പരിഗണനയ്ക്കും നമ്മുടെ അന്തസ്സിനും വേണ്ടി നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകിയിട്ടുള്ള നമ്മുടെ രാജ്യം അംഗീകരിച്ച അന്തർദേശീയ നടപടികൾ അല്ലെങ്കിൽ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നതായ അവകാശങ്ങളാണ് എന്ത്? മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു ബോക്സിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ തന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ PSC ചോദിച്ചിട്ടുള്ളതാ. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തണം, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികൾ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും അവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത്. പലതവണ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ബോക്സ് നിങ്ങൾ നല്ലതുപോലെ പലതവണ വായിക്കണം, കാരണം ഇത് പലതവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ കമ്മീഷനുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട്. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ 93 ഒക്ടോബർ 12 കേന്ദ്ര അല്ലെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998
1998 ഡിസംബർ 11. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് നിലവിൽ കമ്മീഷനിലുള്ളത്. അവിടെ ദേശീയത്തിലാണെങ്കിലോ 6, ഇവിടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ദേശീയമാണെങ്കിലോ അത് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ സുപ്രീം കോടതി ജഡ്ജി. അവിടെ നിയമനം രാഷ്ട്രപതിയാണെങ്കിൽ ഇവിടെ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അത് സംസ്ഥാന ഗവർണറാണ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ മനുഷ്യാവകാശങ്ങൾക്ക് നിസ്തൂലമായ സ്ഥാനമാണുള്ളത്. മനുഷ്യൻ എന്ന നിലയിൽ അന്തസ്സോടെയും അഭിമാനത്തോടെയും സ്വന്തം അവകാശങ്ങൾ വിനിയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ജനാധിപത്യ സംവിധാനം പൂർണ്ണവും അർത്ഥവത്തുമാകുന്നത്. പൗരരുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ച് അതിലൂടെ ജനാധിപത്യത്തിൻ്റെ വ്യാപനം ഉറപ്പാക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സുപ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പം പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അതിലൂടെ ജനാധിപത്യത്തിൻ്റെ വ്യാപനം ഉറപ്പാക്കുന്നതിനും നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ വളരെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നു. ഇനി ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിച്ചു, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു, അടുത്തത് എന്താ? ദേശീയ വനിതാ കമ്മീഷൻ. ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി കാണും അല്ലേ? നോക്കിക്കേ, തുല്യനീതി ഉറപ്പുവരുത്തുക, ലിംഗസമത്വം ഉറപ്പുവരുത്തുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, വിദ്യാഭ്യാസ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുക, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സുരക്ഷ നൽകുക. ഇതെല്ലാം സ്ത്രീകൾ പറയുന്നതാണ്. അപ്പോൾ സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല. അപ്പം നമ്മുടെ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല എന്താ? നമ്മുടെ സമൂഹത്തിൽ ജോലി സ്ഥലത്തും അതുപോലെ തന്നെ വീടുകളിലും പല സ്ഥലങ്ങളിൽ അല്ലേ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളുണ്ട്. ഇവയിലൊക്കെ ഇടപെട്ട് അതിന് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന ചുമതല. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്? അത് 1992 ജനുവരി 31. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമാകുന്നത്. ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. അപ്പം ദേശീയ വനിതാ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും, ചെയർപേഴ്സൺ 5 അംഗങ്ങൾ പിന്നെ ആരാ ഉള്ളത്? ഒരു മെമ്പർ സെക്രട്ടറിയും കൂടി ചേർന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. രാഷ്ട്രപതി അല്ല, കേന്ദ്ര സർക്കാരാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. എത്ര വർഷം വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി? 3 വർഷം. ഇനി സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരമാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. ഇനി അന്താരാഷ്ട്ര വനിതാ ദിനം, ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്നാണ്? മാർച്ച് 8 നമുക്കറിയാം അല്ലേ? അപ്പോൾ എന്നാ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്? 1992 ജനുവരി 31. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും വിവേചനങ്ങളും തടയുക, സാമൂഹ്യ മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ
തുടങ്ങിയ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോടെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. മാർച്ച് 8-നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാത്തരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന മാർച്ച് 8. ഇവിടെ ചുമതലകൾ തന്നിട്ടുണ്ട്. നമ്മുടെ വനിതാ കമ്മീഷൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവരുടെ ചുമതലകൾ: സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക, സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായുള്ള നിയമനിർമ്മാണങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, ലിംഗനീതി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശം നൽകുക. ഇവയൊക്കെയാണ് വനിതാ കമ്മീഷൻ്റെ ചുമതലകളിൽ പെടുന്നത്. വനിതാ കമ്മീഷൻ്റെ ചുമതലകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സ്ത്രീധന നിരോധന നിയമം 1961. നമ്മുടെ സ്ത്രീകളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് പല നിയമങ്ങളും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സ്ത്രീധന നിരോധന നിയമം 1961. സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിന്റെ പേരിൽ അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി 1961 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. വിവാഹവുമായി ബന്ധപ്പെട്ട നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് സ്ത്രീധനം. ഒരു നിശ്ചിത തുകയോ ആഭരണങ്ങളോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നതെങ്കിൽ അതും എന്താണ്? സ്ത്രീധനമാണ്, അല്ലേ? ഇത് നിയമപ്രകാരം സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ്. അപ്പോൾ നമ്മൾ സ്ത്രീധന നിരോധന നിയമം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതുപോലെ തന്നെ നമ്മൾ പൈസയ്ക്കോ അല്ലെങ്കിൽ ഇന്ന കരാറിൻ്റെ പുറത്ത് വിവാഹം കഴിക്കാം എന്നുള്ളത് പോലും എന്താണ്? അത് സ്ത്രീധന പീഡന വരുന്നതാണ്. അപ്പോൾ സ്ത്രീധന നിരോധന നിയമം എന്നാണ് 1961 പാർലമെന്റ് പാസ്സാക്കുന്നത്. അടുത്തതാണ് ഗാർഹിക പീഡന നിരോധന നിയമം 2005. ഗാർഹിക പീഡന നിരോധന നിയമം 2005 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ രാജ്യത്ത് 2006 ഒക്ടോബർ 26-നാണ് ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. ഗാർഹിക പീഡന നിരോധന നിയമം എന്നാ നിലവിൽ വന്നത്? 2005 ഒക്ടോബർ 26. 2005 ഒക്ടോബർ 26. ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ജീവിത പങ്കാളിയിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഈ നിയമം. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഈ നിയമം മൂലം ഉറപ്പുവരുത്തുന്നു. അപ്പോൾ എന്നാണ് ഗാർഹിക പീഡന നിരോധന നിയമം എന്ന് ചോദിച്ചാൽ 2005 നിയമം പ്രാബല്യത്തിൽ വരുന്നത് 2006 ഒക്ടോബർ 26-നാണ്. 25 നിയമം പ്രാബല്യത്തിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14-ലാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14. 1996 മാർച്ച് 14-നാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ എന്ന 1992 ജനുവരി 31 നമ്മൾ പറഞ്ഞു. ദേശീയ വനിതാ കമ്മീഷൻ 1992 ജനുവരി 31, സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14. നമ്മുടെ ഈ സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സണാണ് കവിയത്രി സുഗതകുമാരി. അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? സുഗതകുമാരി ടീച്ചറാണ്. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. 5 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. അപ്പോൾ എത്ര അംഗങ്ങളുണ്ട്? 4 അംഗങ്ങൾ.
ചെയർപേഴ്സണെ കൂടാതെ, അപ്പോൾ മൊത്തം 5 അംഗങ്ങൾ ചെയർപേഴ്സണും കൂടെ കൂട്ടിയിട്ട്. ഇവരുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷം അല്ലേ. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവ കമ്മീഷൻ്റെ ചുമതലകളിൽ പെടുന്നു. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ പല പ്രശ്നങ്ങളിലും ഇടപെടണം, ഈ പ്രശ്നങ്ങൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കണം, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സർക്കാരിന് റിപ്പോർട്ട് നൽകണം. ഇവയെല്ലാം വനിതാ കമ്മീഷൻ്റെ ചുമതലകളാണ്. അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ലിംഗനീതി അതിൽ ഏറ്റവും പ്രധാനമാണ്. സ്ത്രീകളുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കപ്പെടുന്നതിലൂടെ മാത്രമേ അത് പൂർണ്ണമാകുകയുള്ളൂ. സമൂഹത്തിൽ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധമായ പ്രവണതകളെ നിയമപരമായി മറികടക്കുന്നതിന് വേണ്ട നടപടികൾ വനിതാ കമ്മീഷൻ കാലാകാലങ്ങളിൽ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ലിംഗനീതി ഉറപ്പുവരുത്തുന്ന ഇത്തരം നടപടികളിലൂടെ സ്ത്രീകൾക്ക് തുല്യ അവകാശവും അവസരവും ഉറപ്പാക്കി ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ വനിതാ കമ്മീഷൻ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാഠം ഒരു ലെങ്തി ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും വനിതാ കമ്മീഷനുകളെ കുറിച്ചുമാണ്. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ന്യൂനപക്ഷ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ ഇതെല്ലാം പഠിക്കാനുണ്ട്. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പം ഒരു ലെങ്തി ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ 2 ഭാഗമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഡിഗ്രി ലെവൽ വരെയുള്ള പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് ഈ പാഠം. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കറിയാം. നമ്മൾ പഠിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് വഴിയൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് കാണണം. ഇതിൻ്റെ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സുകൾ കാണുക, കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത് നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ നിങ്ങൾക്കറിയാം പുസ്തകം മാറി 9ാം ക്ലാസ്സിൻ്റെ പുതിയ പുസ്തകമാണ്. അതിൽ സോഷ്യൽ സ്റ്റഡീസിൻ്റെ നമ്മളിപ്പോൾ പഠിച്ചത് 7ാം പാഠമാണ് കേട്ടോ. ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.